أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മറയുടെ ബേക്കിലായതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെയൊക്കെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറക്കു തൂക്കൂ. അപ്പം നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ മതി, നാം മനസ്സിലാവുമല്ലോ. സംശയമുള്ളവർ നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാമെന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ ഉണർത്തിയിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സമ്മതം അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. മക്കളെ വളർത്തുക എന്നത്, അതിന് ഇന്ന് വ്യാപകമായി പറയുന്നൊരു പ്രയോഗമാണ് പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുക. മക്കളെ വളർത്തുക എന്നത് എന്തൊക്കെയാണ്? അവർക്കാവശ്യമായ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, സംസ്കാരം, ഇതെല്ലാം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് മക്കളെ വളർത്തുക, പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇത് കുറേ വിശദീകരിക്കാം. എത്ര വിശദീകരിച്ചാലും അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത് പാരൻറ്റിങ് വളരെ എളുപ്പമാണ്, അതേസമയം അതീവ ഗൗരവതരവുമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്, അതോടൊപ്പം അത് എളുപ്പവുമാണ്. കാരണം ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാകണം, അപ്പോഴാണ് അതിൻ്റെ പ്രകൃതി നിയമമാകുന്നത്. ഏതൊരു വസ്തു അങ്ങനെയാണല്ലോ. നമുക്ക് ബിരിയാണി വേണം, എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ബിരിയാണിയേക്കാൾ കൂടുതലുണ്ടാകും സാധാരണ ഭക്ഷണം. എന്നാൽ ഈ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ലഭ്യമാണ് വെള്ളം. വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണ്. വെള്ളത്തെക്കാൾ ആവശ്യമാണ് മനുഷ്യന് ശ്വസിക്കുന്ന വായു. അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഒരു പാത്രമൊക്കെ വേണം, ശ്വസിക്കണമെങ്കിൽ പാത്രമോ ഒന്നും വേണ്ട. ഇരുന്നാലും നടന്നാലും കിടന്നാലും ഒക്കെ ശ്വസിക്കാൻ പറ്റും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടുതലുള്ളത് കൂടുതൽ കിട്ടും. എങ്കിൽ എല്ലാ വിഭാഗം, അത് അധ്യാപകരായാലും സാധാരണക്കാരായാലും വലിയ നിയമപാലകരായാലും ഭരണാധികാരിയായാലും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ലഭ്യമാണ്, എല്ലാവർക്കും നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവും ഇല്ലെങ്കിൽ സംഗതി വളരെ കടുപ്പമായി മാറും. ഞാൻ എളുപ്പത്തിന് വേണ്ടി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പലയിടത്ത് വെച്ചു ഈ അനുഭവമാണ് ആദ്യം പറയാറുള്ളത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചില ക്ലാസ്സുകളൊക്കെ കേട്ടാൽ വിചാരിക്കും ഇത് നമുക്കൊന്നും നടക്കുന്നതല്ല, അത് വേറെ ഏതോ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞതാണ് എന്ന് വിചാരിക്കും ചില ക്ലാസ് കേട്ടാൽ. അതൊന്നും ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം ആദ്യം വെക്കുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ മകൻ ഖുറത്തുസ്സാദാത്ത് നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാനൊരു യാത്ര പോകുമ്പോൾ, കർണാടകയിലാണ്, കുറേ യാത്ര ചെയ്യണം. ഈ യാത്രക്കിടയിൽ എൻ്റെ കൂടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ബിരുദധാരിയാണ്, നല്ല കഴിവുള്ള നേതാവാണ്, എന്നെക്കാൾ എത്രയോ പ്രായമൊക്കെ കൂടുതലുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചെടുത്ത ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കത് വളരെ തൃപ്തിയായി. എന്തേ? അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു എന്നോട്. ഞാൻ ഇന്നാലിന്ന ബിരുദധാരിയാണ്, പക്ഷേ എൻ്റെ, അതായത് മദനിയാണ്, അദ്ദേഹം മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യനും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ബിരുദധാരിയായതുകൊണ്ട് അല്ല
എൻ്റെ ജീവിതത്തിൽ ഈ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പ്രായം വരെ ഒരു സമയത്തെ നിസ്കാരം പോലും എനിക്ക് ഖളാ ആയി പോയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ മാതാപിതാക്കളാണ്. അപ്പം ഞാൻ കരുതി ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഏതോ പണ്ഡിതന്മാരായിരിക്കും. ഞാനത് ചോദിക്കാൻ നിൽക്കുമ്പോൾ അയാൾ അതിൻ്റെ മറുപടി പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും, ഉമ്മയും ബാപ്പയും സാധാരണക്കാരനാണ്. ഞാനങ്ങനെ നീട്ടിപ്പറഞ്ഞ എന്താ അറിയാം, അത്രയും നിരക്ഷരരാണ്, 2 വിദ്യാഭ്യാസത്തിൽ. പക്ഷേ അവർക്ക് സമീപനത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ബോധമുണ്ടായാൽ എന്ന് പറഞ്ഞത്. എന്താണ് പ്രത്യേകത? എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ 2 മാർഗമാണ് വരുമാന മാർഗം. ഒന്ന് ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കൃഷിയാണ്. യഥേഷ്ടം കൃഷി ഉണ്ടാകും. ഈ കൃഷി സാധനങ്ങൾ കർഷകർക്ക് ശമ്പളം കൊടുക്കുക, കൂലി കൊടുക്കുക. എന്താ അറിയോ, നെല്ലും അതുപോലെയുള്ള ധാന്യങ്ങളാണ് കൂലി കൊടുക്കുക. പഴയകാലമാണല്ലോ. അപ്പോൾ യഥേഷ്ടം ആൾക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ടാകും. ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം പുറത്തുനിന്നുള്ളതൊന്നും ഉണ്ടാവില്ല, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുനാളിലെ നന്നായി പണിയെടുക്കും. ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നന്നായിട്ട് പണിയെടുക്കും. അപ്പോൾ പണിയെടുത്താലോ, ജോലി ചെയ്താൽ ശമ്പളം തരും, കൂലി തരും ബാപ്പ. ജോലി ചെയ്താൽ കൂലി തരും. അദ്ദേഹം പറഞ്ഞു, അന്ന് തന്നെ നന്നായിട്ട് ജോലി ചെയ്യും, നന്നായിട്ട് ഭക്ഷണവും കഴിക്കും. കൂലി തന്നാൽ ക്യാഷ് ഓരോരുത്തരും സ്വന്തമായിട്ട് സൂക്ഷിക്കാം. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങാം, പക്ഷെ ബാപ്പ അറിയണം. ബാപ്പ അറിയണം. ഇത് മാത്രമേ കണ്ടീഷനുള്ളൂ. ഞാനിങ്ങനെ ഇത് പരുത്തി, ഇയാൾ കുട്ടിക്കാലത്ത് ഭയങ്കര കുശാലായിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് വരെ ക്യാഷ് എത്ര ഉണ്ടെങ്കിലും ഈ നിമിഷവും ഞാൻ അനാവശ്യമായി ക്യാഷ് ചെലവഴിക്കുകയില്ല. അത് എൻ്റെ വാപ്പയുടെ തർബിയത്താണത്, പരിപാലനമാണത്. ഇതിനാണ് പാരൻറ്റിങ് എന്ന് പറയുക. എന്താണ് ബാപ്പൻ്റെ കണ്ടീഷൻ? ക്യാഷ് കയ്യിൽ വെക്കാം, ആവശ്യമുള്ള സാധനവും വാങ്ങാം, പക്ഷേ ബാപ്പാനോട് പറയണം. എന്നാലോ അത് വാങ്ങരുത് ഇത് വാങ്ങരുത് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുകയൊന്നും ചെയ്യയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എന്നെ പ്രാപ്തനാക്കിയതും പക്വതയുള്ളവരാക്കിയതും ഉപ്പയുടെ ഈ സമീപനമാണ്. അദ്ദേഹം വേറൊരു സംഭവം കൂടെ പറഞ്ഞു. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ല, അത് പറയാം. ഈ ഉറക്കു തൂക്കാതിരിക്കാൻ ചിലപ്പോൾ ഒരു സുഖമായിരിക്കും. ഇനി അധികം തമാശയൊന്നും ഉണ്ടാവില്ല. കിട്ടുന്ന തമാശ നിങ്ങൾ ആസ്വദിക്കണം. അതായത് അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത വീട്ടിൽ കല്യാണം നടക്കുകയാണ്. പഴയ കാലത്ത് കല്യാണത്തിന് ആ ഭാഗത്തൊക്കെ പന്തലിടൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നാട്ടുകാർ തന്നെയാണ്, കൂലിക്ക് വിളിച്ച് പന്തലിടുന്ന പരിപാടിയില്ല. അത് ഈ ഓല മടഞ്ഞ പന്തലുണ്ടാവില്ല, അതാണ് ഉണ്ടാകുക. ഓല എന്ന് പറഞ്ഞാൽ 100 ഓല അവിടുന്ന് 100 ഇപ്പുറത്തുനിന്ന് അങ്ങനെ വായ്പ എടുത്തിട്ടാണ് ഉണ്ടാകുക. അങ്ങനെ ഈ പന്തലൊക്കെ പണിത് കല്യാണത്തോടടുത്ത ദിവസം അദ്ദേഹം പറയാം, ഞങ്ങൾ കുട്ടികളൊക്കെ ജോലിയൊക്കെ ചെയ്ത് രാത്രി കുറച്ച് വൈകി കിടക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, ഇവിടെ ഒരു സമീപനമുണ്ട്, ഇവിടെ ഒരു നയമുണ്ട്, ഇവിടെ ഒരു പ്രത്യേക നടപടിക്രമമുണ്ട്. എന്താ അറിയോ, സുബഹിക്ക് ഉമ്മ വിളിക്കും. സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു ജുസ് ഖുർആനൊക്കെ ഓതി എന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ബാങ്ക് കൊടുത്താൽ മക്കളെ വിളിക്കും. ഈ വിളിക്കുമ്പോൾ മക്കൾക്ക് എഴുന്നേൽക്കുകയും ചെയ്യാം, വേണമെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ രണ്ടാമതൊരു വിളിയുണ്ട്, അത് ഒതു എടുത്ത് നിസ്കരിക്കാനൊക്കെ ഉള്ള സമയം മാത്രമുള്ള സമയത്തൊരു വിളിയുണ്ട്. ആ വിളിക്ക് എഴുന്നേൽക്കലല്ലാത്ത ഓപ്ഷൻ ഇല്ല. അപ്പോൾ എഴുന്നേറ്റിട്ടിട്ടില്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കും, ചിലപ്പോൾ വേദനയുണ്ടാവും. അതിനാണ് അടിയെന്ന് പറയുക. അപ്പോൾ ഇവർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ശബ്ദം കേട്ടാൽ എഴുന്നേറ്റ് ഓടുക, പിന്നെ അപ്പുറം അപ്പുറം ഒന്നും നോക്കണ്ട. അങ്ങനെ ഉറങ്ങി. പറഞ്ഞതുപോലെ സംഭവിച്ചു. എന്താ, ഈ രണ്ടാം വിളി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ജ്യേഷ്ഠനും കൂടെ വേഗം എഴുന്നേറ്റു. അപ്പോൾ ഉണ്ട് അടി പൊട്ടുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി ഓടലല്ലാത്ത വേറെ ഓപ്ഷനില്ല, രണ്ടാമത്തെ സെക്കൻഡ് ഓപ്ഷനില്ല, വിട്ടോ. നല്ല വയനാടിൻ്റെ തണുപ്പത്താണ്. അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിച്ച് വന്ന് നോക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ കാപ്പിയും നമ്മളെ ബേക്കറി ഐറ്റംസൊക്കെ റെഡിയാണ്. എന്താണ് ആ സമീപനത്തിലെ പ്രത്യേകത? ഉമ്മാക്ക് ദേഷ്യം പിടിക്കൂല, അസഭ്യം പറയൂല. അപ്പം ഈ തല്ലിയത് എന്തിനാ? ഒട്ടും ദേഷ്യം വരൂല, ദേഷ്യമില്ലാതെ തല്ലും.
ആ തല്ലൽ അതൊരു പരസ്പര അംഗീകൃതമായ നടപടിക്രമമാണ്. പരസ്പരം അംഗീകൃതമായ നടപടിക്രമമാണ്. ഈ തല്ല് കിട്ടിയാൽ കുട്ടിക്ക് സങ്കടം ഉണ്ടാവോ? ഇല്ല. തല്ലുന്ന ആൾക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. ഈ ഹലാക്കിൻ്റെ ഇല്ല, അതില്ല. ഈ ഒടുക്കത്തെ ഉറക്കം അതില്ല. മറിച്ച് അതൊരു നയവും നിലപാടുമാണ്. ഈ നിലപാടാണ് അദ്ദേഹം ഏറെ പ്രായമെത്തിയിട്ട് പോലും എന്ത് യാത്രയായാലും ഏത് തരം പ്രതിസന്ധിയാണെങ്കിലും നിസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിക്കും. ഇങ്ങനെ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഈ നിലപാടാണ്. എന്തിനാണ് ഞാൻ ഈ സംഭവം തന്നെ ആദ്യം വെച്ച് തുടങ്ങുന്നത് എന്നറിയോ? വലിയ വിദ്യാഭ്യാസമോ വലിയ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഡ്രസ്സുകളൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ നേരാംവണ്ണം പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം സാധ്യമാണ്. അതിനുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ അധ്യാപനങ്ങളിൽ നിന്ന് പാഠങ്ങൾ ചേർത്തുകൊണ്ട് പഠിപ്പിച്ചു. ഒന്ന്, മക്കളോട് കൃത്യമായ സ്നേഹം വേണം. രണ്ട്, മക്കളോട് എന്തുണ്ടാകണം? നിലപാടുകളുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു പാരൻറ്റിങ് നടത്തുന്ന സമയത്ത് രക്ഷിതാക്കളുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കൽ വളരെ എളുപ്പമാണ്. ഇതില്ലെങ്കിലുള്ള പ്രതിസന്ധി എന്താ? ഞാൻ അതും ഒരു തൽക്കാലം നിങ്ങൾക്ക് കേൾക്കാനൊരു സുഖത്തിന് ഒരു സംഭവം ചേർത്ത് പറയാം. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു. അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എനിക്കൊന്ന് കാണണമായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ കാരണം? എനിക്ക് അത്യാവശ്യമായിട്ടൊരു യാത്ര പുറപ്പെടണം. അപ്പം ഈ യാത്ര പുറപ്പെടാനുള്ളതായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു വീട്ടിൽ കൂടലിന് ഡേറ്റ് കാണാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരാം. കാരണം അദ്ദേഹം വന്നാൽ ഇരുത്തണം, സംസാരിക്കണം, കുറേ സമയം വേണ്ട. ഇത് അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്താൽ തീരുമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ല എനിക്കൊന്ന് നേരിട്ട് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പുറപ്പെടുക. അല്ല, ഞാൻ നിങ്ങളെ സെൻറ്ററിൻ്റെ ഹാപ്പി സോണിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒയ്യാനും നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ വേഗം വരി. അല്ല, അതിൻ്റെ മുമ്പൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ? എൻ്റെ കൂടെ എൻ്റെ മോളുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. അപ്പോൾ ഈ മോൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് അവളെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഫോൺ വെക്കുക, കയറുകയാണെങ്കിൽ വേഗം കയറുക, അല്ലെങ്കിൽ പിന്നൊരു ദിവസം. എന്നാൽ പിന്നെയെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. അപ്പോൾ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുസന്നിഫിൻ്റെ മുറാദ് വീട്ടിൽ കൂടലിൻ്റെ ഡേറ്റ് ചോദിക്കലൊന്നുമല്ല, പിന്നെ മൂപ്പർക്ക് മോളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, ആ പ്രശ്നം തീർക്കണം, അതിന് വന്നാണ്. പക്ഷെ അത് ആദ്യം തന്നെ പറഞ്ഞാൽ ഈ മോള് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രശ്നങ്ങാനും നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തൂല. ഇപ്പോൾ മക്കളൊക്കെ ഭീഷണിപ്പെടുത്താൻ കണ്ടുന്ന ഒരു സൂപ്പർ വേ ആണത്, ജീവനോടെ ഭീഷണി. ഇവിടെ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മകള് ഒരിക്കലും ഉമ്മയോട് സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായാൽ പോലും ഡിക്ഷണറിയിലില്ലാത്ത തെറി പറയാം മോള്. വയസ്സ് 14 തികഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഈ പറയുന്നത്. എന്ത്? ഉമ്മയെ അതുപോലെ വീട്ടിലുള്ള വല്യമ്മയൊക്കെ ഡിക്ഷണറിയിലില്ലാത്ത തെറി പറയുക. ഈ മോൾ വല്ലാതെ ഒരു ശല്യമായി മാറിയിരിക്കുന്നു. അവളെ ഭീഷണിയാണ് എന്ത്? എൻ്റെ വിഷയം ആരോടും പറയാൻ പാടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. കുട്ടിയെ എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം ഇവിടെ വന്നത് നിൻ്റെ ഒരു പ്രശ്നം പറയാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ ഇവിടെ വന്നത്. നിൻ്റെ നല്ല ജീവിത രീതി ഇന്നതാണ്, ചീത്തയായ ജീവിത രീതി ഇന്നതാണ്. ഇത് നിന്നോട് പറയാൻ ഈ ആകാശത്തിന് ചുവട്ടിൽ ഉത്തരവാദിത്വമുള്ളവർ ഈ 2 പേരാണ്. അവർ അതിന് കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം?
നാം നമ്മുടെ മക്കളോട് പറയാനുള്ള വിഷയങ്ങൾ നോർമലായി പറഞ്ഞ് ശീലിക്കണം. നോർമലായി പറഞ്ഞ് ശീലിക്കണം. അത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയോ? ചെറിയ നാൾ മുതൽ തുടങ്ങണം. സമയം കുറച്ച് കുറവുള്ളതുകൊണ്ട് ഇനി ഈ മഴ എങ്ങാനും കൂടിയാൽ നിങ്ങളെ കേൾവിക്കുള്ള സാധ്യത കുറയാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കി പറയാം. സ്പീഡാക്കി പറയാന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈലിലുള്ള 2 ലിട്ട് കേൾക്കലല്ല, പറയുന്ന വിഷയം കുറച്ച് ചുരുക്കി പറയാം. എന്താ അറിയോ, നമ്മൾ ഈ കുട്ടിക്കാലത്തെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ? മുലകുടി പ്രായം പറയാ. ചെറിയ പ്രസവിച്ച ഉടനെയുള്ള സമയം. ഈ പ്രസവിച്ച ഉടനെയുള്ള സമയം കുട്ടി മുലപ്പാലിന് വേണ്ടി കരയുന്ന സമയത്ത് പോലും ഈ നിലപാട് വേണം. എന്താ നിലപാട്? 2 കാര്യം ഞാൻ പറഞ്ഞത്. 1 സ്നേഹം കാണിക്കുക, 2 നിലപാട് കാണിക്കുക. അവിടെ എങ്ങനെയാ നിലപാട് കാണിക്കൽ? ഉമ്മമാർ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപകാരപ്പെടും, ഉപ്പമാർക്ക് ഉപകാരപ്പെടും. ഞാനിപ്പോൾ പറയുന്നത് എന്താണ് നിലപാട് കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടത് നോർമലി ഒരു 2 മണിക്കൂർ ഇടവിട്ട് മുലപ്പാൽ കൊടുത്താൽ മതിയാകും. നോർമലി 2 മണിക്കൂർ ഇടവിട്ട്. എന്നാൽ ഒരു കുഞ്ഞ് അതിനിടയിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കരയാണ്, മുല കുടിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കരയാണ്. ആ കരയുന്ന സമയത്ത് 1-ാം തവണ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ തവണ മുലയൂട്ടിയ സമയത്ത് കൃത്യമായി കുട്ടിക്ക് മുലപ്പാൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ഉമ്മാക്ക് അറിയാമെങ്കിൽ അവിടെ ആ സമയത്ത് മുലയൂട്ടേണ്ടതില്ല. ഇതിന് നിലപാട് എന്ന് പറയും. മറുവശത്തൊരു സംഗതിയുണ്ട്. അതെന്താ? സ്നേഹം. അതെന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഈ സ്ഥാനത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ യാദൃശ്ചികമായി കയറി ചെന്നു. അപ്പോൾ പ്രസവിച്ച ഏകദേശം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയുണ്ട്. ഈ കുട്ടി കരയാൻ വേണ്ടി, അതായത് എടുക്കാൻ വേണ്ടിയുള്ള കരച്ചിൽ കരഞ്ഞപ്പോൾ ഞാൻ വേഗം എടുത്തപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ഉമ്മ, അഥവാ എനിക്ക് കാണാനും തൊടാനും ഒക്കെ പറയുന്ന മഹറമത്തായ ഈ കുഞ്ഞിൻ്റെ ഉമ്മ പറഞ്ഞു, അങ്ങനെ എടുക്കണ്ട, എടുത്താൽ ഈ നമ്മളെ ഭാഗത്തൊക്കെ അതൊരു നടപ്പാവും എന്ന് പറയും. നടപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു പതിവാകും, ശീലമാകും. അപ്പം ശീലമായാൽ എന്താ പ്രശ്നം? ഉമ്മാക്ക് പണിയാകുമെന്ന്. അപ്പം അവിടെ ഒരു വിഷയമുണ്ട്. എന്താ? ഒരു കുഞ്ഞിൻ്റെ ആവശ്യം പരിഗണിക്കുക എന്ന് പറയുന്ന സ്നേഹം ഒരു മാതാവിൻ്റെ മനസ്സിലുണ്ടാകണം. എന്തിനേക്കാൾ? എൻ്റെ സൗകര്യത്തെക്കാൾ. ഒരു ദിവസം ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് ചെറിയ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഒരു കുടുംബം വന്നു. എന്താണ് പ്രശ്നം? ഈ പെൺകുട്ടിക്ക്, അഥവാ ഈ പ്രസവിക്കപ്പെട്ട ശിശുവിൻ്റെ മാതാവിന് കുഞ്ഞിനോട് ദേഷ്യം വരിക, ചില സമയത്തൊക്കെ നിലവിട്ട് കരയുക, ഭയങ്കരമായിട്ട് അസ്വസ്ഥമാവുക. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ ഒരുതരം അസ്വസ്ഥത. വീണ്ടും ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അസ്വസ്ഥതയുടെ കാരണം? അപ്പോൾ പറഞ്ഞു, എനിക്ക് പകല് സമയത്ത് കുട്ടി ഉറങ്ങുക, രാത്രി എനിക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ കുട്ടി ഉണരുക. അപ്പോൾ ഇത് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് കുട്ടിയോട് ഉണ്ടായിത്തീർന്നു. ഇത് പ്രായമുള്ളവരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു അപൂർവ സംഭവമാണ്. ഇതിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. കാരണം എന്താ? ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ ഭൂരിപക്ഷവും എന്ന് പറയാനാണ് എൻ്റെ താല്പര്യം. നിങ്ങൾക്ക് അതിനെതിര് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ എതിര് പറയാവുന്നതാണ്, സ്വാഗതാർഹമാണ്. വിവാഹ ജീവിതത്തോട്, ദാമ്പത്യ ജീവിതത്തോട് താല്പര്യമില്ലാതെ വിവാഹത്തിലേക്ക് കടക്കുന്നവരാണ്. വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരാണ്. ഇങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ വീട്ടിൽ ജോലി ഇച്ചിരി കൂടുമ്പോൾ പ്രഷർ കുറയും, കൂടുകയൊക്കെ ചെയ്യും. ഗർഭിണിയായാൽ അസ്വസ്ഥത കൂടും, ഗർഭകാലത്തെ അസുഖങ്ങൾ കൂടും, പ്രഷർ കുറയുക, ഷുഗർ കൂടുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ പ്രസവം തന്നെ കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഭർത്താവ് എന്ന വിഷയത്തോട് തന്നെ ഒരുതരം വിരക്തിയും വെറുപ്പും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്.
എന്ത് വേണം ഞാനത് ശേഷം സമയം കിട്ടുമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഒരു മുലയൂട്ടുന്ന സമയത്ത് ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ആസ്വദിച്ചും മുലയൂട്ടുക എന്നതാണ് ഒരു വശം. രണ്ടാമത്തത്, ഒരു കുഞ്ഞിന് സമയബന്ധിതമായി ആരോഗ്യത്തിനാവശ്യമായ മുലയൂട്ടലിൻ്റെ ഖദർ എന്താണെന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണം, അത് നമ്മൾ പിന്തുടരണം. അല്ലാത്തതിൽ നിന്ന് നാം പിന്മാറണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുലയൂട്ടിൻ്റെ അളവിനെക്കുറിച്ച് പറ്റുമെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം നമ്മൾ തേടിയാൽ വളരെ നല്ലതാണ്. പഴയ കാലത്തൊക്കെ